അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്നും ഞങ്ങളൊരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് അമ്മായിൻ്റെ അടുക്ക കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ അടുക്ക് പോകണം, പെണ്ണുൻ്റെ കൂടെ പോയി അന്ന് തന്നെ ഞങ്ങൾ പോകണം കരുതിയിനി. അന്ന് പിന്നെ മുറ്റത്ത് ഇറങ്ങല്ലോ കേട്ടോ. അന്ന് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പൊണ്ണൂൻ്റെ കൂടെ തന്നെ നിന്ന് പിന്നെ വൈകുന്നേരം അങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ, പോയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനി അമ്മായിൻ്റെ കൊടുക്കുകയാണ്. അപ്പോൾ പൊണ്ണൂനെ വിളിച്ചാണ്ട് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്കൊന്നും. അപ്പോൾ പൊണ്ണൂനെ വിളിച്ചാണ്ട് ഓളോണ്ട് പോരുണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഓക്കൊരു 40 ഉണ്ട് പോലെ അവിടെ ഓളെ ഇമ്മൻ്റെ ഏട്ടത്തി ഓരോ മരിച്ചു അതിൻ്റെ 40 ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓള് അത് വൈകുന്നേരമാണ്. അപ്പോൾ ഓളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നാത്തൂനി വിളിച്ചിട്ട് ഞാൻ അപ്പം ഞങ്ങളെ നിൽക്കാഞ്ഞണല്ലോ ഞങ്ങളുടെ. അപ്പോൾ ഓളിയും കൂടി വിളിച്ചിന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അമ്മായിൻ്റെ അടുക്ക് പോവാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങി റെഡി ആയിക്കണ്. വണ്ടിക്ക് വിളിച്ചിന് കേട്ടോ അമ്മ വന്നോ. അപ്പോൾ വണ്ടിക്ക് ഉമ്മ വിളിച്ചിന്. അപ്പോൾ ഐസമ്മ ഇതാ മുന്നിക്ക് ഇറങ്ങി ഓള് ഷൂ ഒക്കെ ഇടൽ തുടങ്ങിക്കണം. അപ്പം ഞാൻ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഇതുവരെ വെയിലും തക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ മൂടലായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി പെയ്യോ എന്താവോ എന്നറിയില്ല. ഏതായാലും അമ്മായിൻ്റെ കൂടെ പോവാണ് കേട്ടോ. 30 മുന്നിക്ക് പോവാട്ടോ. ഓള് ചിരിച്ച് പോവുണ്ട്. ഓളെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ആ ഷൂമലൊക്കെ ഇപ്പോൾ ചളിയാവും. മുന്നേ നോക്കിയോ ഇപ്പോൾ വെയിലിങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെയിലിറക്കും, അതുപോലെ മഴയും പെയ്യും. അങ്ങനെ കേട്ടോ ഇപ്പോൾ പ്രകൃതി. ഇപ്പോൾ അതാ മുന്നിക്ക് പോകുന്നുണ്ട്. ഞാനും ഉമ്മച്ചി ബാക്കിൽ കയറുന്നുണ്ട്. ഓളാണ് മുന്നിൽ പോണേ. നിങ്ങളെ കാണിച്ചൊന്നുമില്ല, ഇമ്മാനെ കാണിച്ചല്ലേ. അപ്പം പുല്ലൊക്കെ മുളച്ചണെന്ന് അമ്മ പറയണം. അപ്പം ഇപ്പം തന്നെ ഇത് പറിച്ചാണ്ട ഇപ്പം തന്നെ പറിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നായിട്ട് കാട് മൂടും എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. ഇപ്പം ഏതായാലും നമ്മൾ അമ്മേൻ്റെ കൂടെ പോവുക. അപ്പോൾ ഇജെങ്ങോട്ടാ പോണ പറഞ്ഞു കൊടുത്ത അമ്മേൻ്റെ കൊടുക്കല്ലേ. ഞങ്ങൾ ഐബ്രോ എടുക്കാൻ മറന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു ഐബ്രോ അവിടെ ഒരു ഐബ്രോ ഉണ്ടായിന്. ഇവിടുത്തത് ഇപ്പം എന്തായി കാണാനില്ല. എന്നിട്ട് ഐബ്രോ വരക്കായിട്ട് എന്തോ പുരികം തീരെ ഇല്ല കേട്ടത്. അപ്പോൾ ഐബ്രോ വരക്കായിട്ട് എന്തോ കോലം. അങ്ങനെ ഇതാ പിന്നെ പൊണ്ണൂനും മോളിയും ഒക്കെ എടുത്താണ് നേരെ ഞങ്ങൾ അമ്മേൻ്റെ അവിടെ എത്തിയിട്ട് അമ്മേൻ്റെ അവിടെ എത്തിയപ്പോത്തിനും അമ്മ ഇതാ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിന്. ഞങ്ങൾ ചെന്നപ്പോത്തിനൊക്കെ റെഡിയാക്കി വെച്ചിന് കേട്ടോ. ജ്യൂസും പിന്നെ ഉണ്ണിയപ്പമൊക്കെ അമ്മായി ഉണ്ടാക്കി. പണ്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ അമ്മായി ഉണ്ണിയപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ണിയപ്പവും പഴംപൊരിയും പിന്നെ ക്യാരറ്റ് ജ്യൂസും ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിന് കേട്ടോ. പിന്നെ ചെന്നാൽ പിന്നെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ മാളൂൻ്റെ അമ്മായിൻ്റെ അവിടെയൊക്കെ എത്തി. നാത്തൂനും ഏട്ടത്തിയുണ്ട്. അപ്പോൾ ഒരു ചിരിച്ചതാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മായിൻ്റെ മാക്സിയൊക്കെ വാങ്ങിയിട്ട് ഓലൊക്കെ പിന്നെ ഓല ഡ്രസ്സ് പോലെ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ തള്ള വൈബായില്ലേ. അപ്പോൾ ഞങ്ങൾ അമ്മായിൻ്റെ വീടല്ലേ കുറേ അമ്മായിൻ്റെ ഇവിടെ ഇങ്ങനെ മാന്തിയൊക്കെ ചെയ്തണം കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കുറേ ആയല്ലേ വന്നിട്ടു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വീട് ആരൊക്കെ സ്ഥലം അമ്മായി കൊടുത്തണം. അപ്പോൾ അവിടെ വീട് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ ആയി ചെയ്തല്ലോ വന്നിട്ട്. അപ്പോൾ പോരുന്ന വയ്ക്കത് ഞങ്ങൾ എൻ്റെ നാത്തൂനെയും അതേപോലെ പൊണ്ണൂനെയൊക്കെ കയറ്റി ഓട്ടോറിക്ഷയിൽ ഫുള്ള് കുത്തി തിരികെയൊക്കെ വന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് കുറേ നേരമായിട്ടോ. കുറേ നേരം അകത്ത് വർത്താനും ഇതൊക്കെ ആയിട്ട് കുത്രക്കേനി. ഇപ്പം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതിൽ അമ്മായി റോഡൊക്കെ ഉണ്ടാക്കിന് ആ വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ കാണാൻ അരച്ചാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഞങ്ങളിപ്പം. അപ്പോൾ ഇവിടെ എത്തിയിട്ട് കുറേ നേരം അതിന് കുറേ ആയിട്ടോ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. നാത്തൂനും കുറേ ആയിന് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഓളയും രാവിലെ തന്നെ ഓളയും വിളിച്ച് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേനും അമ്മായി ജ്യൂസും കടികളൊക്കെ ഉണ്ടാക്കി കടികളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ മുറ്റത്ത് കൂടെ നടക്കണണ്ടാണ്ട് മകള് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം കേട്ടോ. ഉച്ചക്കപ്പം മുറ്റത്ത് കൂടെ നടക്കണം. ഷീറ്റ് ഇട്ടയില്ലേന് കേട്ടോ ആദ്യം ഓലോടക്ക് ഇങ്ങനെ വരല്. ഇപ്പോൾ ഇതാക്കണം അപ്പുറത്തെ വീക്ക് ഇങ്ങനെ ഒരു വയ്യൊക്കെ കെട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മായിൻ്റെ വീട് കേട്ടോ. അമ്മായിൻ്റെ ഇവിടെ ഫുള്ള് പാടാട്ടോ, നെല്ലും പാടൊക്കെ ആട്ടോ. ആദ്യം അവിടെ കുറേയൊക്കെ അവിടെ കാക്കാര് മീൻ പിടിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതാട്ടോ ഭയങ്കര എന്താ പറയല് പ്രകൃതി മനോഹരമായ സ്ഥലം.
അതിന്റെ നാത്തൂന് കേട്ടോ ഓളെ മുഖം ഇപ്പൊ നമ്മള് കാണിച്ചിട്ടില്ല, കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട്. അപ്പൊ ഇവിടെയൊക്കെ അല്ലേ സൈഡൊക്കെ കിട്ടോ വണ്ടി വരും. ഇവിടെയൊക്കെ നെല്ലുണ്ടാക്കണതാട്ടോ. എന്തോ രസം കാണാന് ഇങ്ങനെ കേട്ടോ. ഇവിടെ ആദ്യം നെല്ലുണ്ടാക്കലുണ്ടായില്ലേ, ഇപ്പൊ അവിടെ ഉണ്ടാക്കല്ലോ. ഇപ്പൊ ഈ ഭാഗത്തായിട്ട് ഉണ്ടാക്കല്. അതൊന്നും തിന്നാറ്റില്ല. കൊറേ മീനുണ്ട് കേട്ടോ അവിടെ. കൊറേ ആൾക്കാരവിടെ മീൻ പിടിച്ചണോലൊക്കെ ഉണ്ട് കേട്ടോ. നട്ടുച്ചയപ്പോ സമയോ 1:30 സമയോ. എന്നിട്ട് അവിടെ കൊറേ ആൾക്കാരുണ്ട് മീൻ പിടിച്ചു. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ ചെറുപ്പത്തിൽ. ഞാനൊക്കെ എത്രയോ ഇവിടെ നിന്നു കേട്ടോ ചെറുപ്പത്തിൽ ഇവിടെ തന്നെയാണ്. അപ്പം ഈ കാണാട്ടോ നമ്മളെ അമ്മായിൻ്റെ പേര കേട്ടോ, ബാക്കിൽ കാണാണ് അമ്മായിൻ്റെ പേര. അപ്പോൾ പണ്ടൊരു ദിവസം എന്നെ ഇവിടെ നിന്ന് കാറിടിച്ചിനിയത് ലോണോ. നമ്മൾ വിരുന്ന് വന്നപ്പോൾ വണ്ടി ഇറങ്ങിക്കാണ്ട് ഓട്ടോറിക്ഷ ഇറങ്ങിക്കാണ്ട് ഞാനവിടെ പോയത്. അപ്പോൾ നേരെ അപ്പുറത്ത് കൂടെ കാറ് വന്നിട്ട് ആ കാറിനെ അടിച്ച് ഉരുണ്ട് പോയിക്കാണ്ട് ആ പാടത്ത് ചാടാൻ പോയിന്. എന്നിട്ട് ഒന്നും പറ്റിയില്ല കേട്ടോ എനിക്ക്. മേമലൊന്ന് പിടിച്ചണ്ട. അപ്പോൾ ഇവിടെ ഉണ്ടോ നല്ല രസമാട്ടോ. വൈകുന്നേരം അന്ന് നമ്മളൊക്കെ ചെറുതാണല്ലോ, അപ്പം അമ്മയ്ക്ക് നമ്മളിങ്ങനെ ആ കൂടെ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങള് ആ തലക്ക് കൂടെ ഒക്കെ പോവലുണ്ടായിന് കേട്ടോ അന്നൊക്കെ. എന്നാ മേലത്തെ ഓള് എൻ്റെ ഒപ്പം ഉള്ളതിന് കേട്ടോ. മേലത്തെ ഓള് എൻ്റെ ഒപ്പം ഉള്ളതിന് ഓള് ഞാനും ഇങ്ങനെ അളിയാക്കാൻ്റെ പൈലേക്ക് ഇങ്ങനെ നടക്കുന്നിട്ട്. ഇപ്പം പിന്നെ അങ്ങനെ വരലൊന്നും ഇല്ലല്ലോ. ഇപ്പം വിരുന്ന് നിൽക്കാനൊന്നും വരലില്ല കേട്ടോ. ആദ്യമൊക്കെ നല്ലോണം ഇവിടെ തന്നെയാണ്. ഇവിടെ നല്ല രസമാണ് കാണാൻ ഇങ്ങനെ വൈകുന്നേരം. ഇപ്പം വെയിലാണല്ലോ. അമ്മായി അറിയണ്ട് വെയിലറിയിട്ട് പോവാം. അപ്പം നല്ല വെയിലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മായി. അതാ പോണ് കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ സെറ്റപ്പ്. അവിടെയൊക്കെ കുറേ ആൾക്കാർ ഓരൊക്കെ മീൻ പിടിച്ചാൽ വന്നാട്ടോ. ചൂണ്ടലൊക്കെ ആയിട്ട് മീൻ പിടിച്ചാൽ വന്ന. വെയിലുണ്ടെങ്കിലും ഇല്ലേ ചൂടില്ല കേട്ടോ. കാരണം നല്ല കാറ്റിങ്ങനെ വീശട്ടോ. അപ്പൊ ചൂടില്ല. ഇവിടെ മേരമുള്ളതിനോട് നമുക്ക് നമുക്ക് തണലും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഈ തണലത്ത് ഇങ്ങനെ വന്നേക്കാം. അവിടെയൊക്കെ നല്ല വെയിലാട്ടോ. അപ്പോൾ നല്ല സുഖം, കാറ്റിങ്ങനെ അടിച്ചിട്ടോ. നല്ല സുഖം, നല്ല രസമുണ്ടല്ലോ കാണാനുണ്ടോ. ബാക്കൊക്കെ നല്ല രസമാട്ടോ കാണാൻ. ഇതാണ് നാത്തൂനും ഏട്ടത്തി. ഓള് കഥകൾ പറഞ്ഞു കൊടുക്കട്ടോ. ഇത് ചാടിയോണ്ടി. ഓളിപ്പോ ഗർഭിണി ആയതുകൊണ്ട് ഓള് ചാടൂല. ഇല്ലേ മാണെ ഓള് ചാടീന്. കൊണ്ടൊരു വൈക്ക് പോകാൻ പറ്റില്ല. ഓല അതും ഇതും നോക്കി പാടത്ത് ചാടിണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ബാക്കിൽ ചാടാൻ കഴിച്ചില്ല. ചാടിയോരവിടെ കിടക്കേണ്ടി വരും. അല്ലാതെ ഞങ്ങളാരും ചാടി രസിക്കൂല. അപ്പം നല്ല ഉയരും ഉണ്ടല്ലോ അത്. ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ. നല്ല രസം. വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമാണ്. ഇപ്പം തന്നെ തണലുണ്ട് കേട്ടോ. തണലും കാറ്റൊക്കെ ഉണ്ട്. നമ്മൾ ചോറും തിന്നില്ല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാട്ടോ. പിന്നെ അവിടേക്കൊക്കെ പോകല്ലേ കേട്ടോ ഞങ്ങൾ. ആ ഒരു വരമ്പുണ്ടായില്ല, അങ്ങനെ ഒരു വരമ്പുണ്ട്. ആ വരമ്പുമ്മ കൂടെ അങ്ങനെ പോകുമ്പോൾ നല്ല രസമാട്ടോ. ഞങ്ങളങ്ങനെ അതിൽ പോവലുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ വന്നാൽ ഇവിടെ അങ്ങനെ നിന്ന് പിന്നെ നേരെ പോവുകയല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ പോവില്ലല്ലോ. പൂവ് പറിച്ചാട്ടോ. അവിടെ മുറ്റത്രാണി ഉണ്ട്, അത് പറിച്ചാണ് പോലെ. നമ്മള് മുറ്റത്രാണിന്ന് പറയും. ആ മറ്റേ പൂവുണ്ടല്ലോ, ആ പൂവ് പറിച്ചാണോ. ഇത് പറിച്ച് കൊണ്ടുവന്നാ പോലെ. അതാ കൊറേതാ. ഐസന്റെ തലയിൽ ഇതാക്കണേ പൊണ്ണ് കുപ്പായ ഓളെ സുന്ദരിയാക്കാണ്. തലയിൽ ഇതാ പൂവൊക്കെ വെച്ച്. സൂപ്പർ ഐസ മോളെ, സൂപ്പറാ. നല്ല രസല്ലേ. സൂപ്പറായി, നല്ല രസം. പൂവാട്ടോ. ഈറ്റളിയും കൊണ്ടാണ്ടേ പോകാൻ പറ്റില്ല. ഒരു പാഞ്ഞിട്ട് നല്ല വെയിലും ഒരു പാഞ്ഞിട്ട് വെച്ചട്ടോ. അപ്പം അടുത്ത് ചാടിണ്ടെങ്കിൽ പിന്നെ പണിയാവില്ല. ഇപ്പം ഞങ്ങൾ പെരേക്കനെ പോവാട്ടോ. പിന്നെ അതാ പെരയിലെത്തി വേഗം പിന്നെ ചോറ് തിന്നറിഞ്ഞുണ്ട്. പിന്നെ ഞങ്ങൾ ചോറ് തിന്നിട്ടോ. അപ്പോൾ അതാ മന്തി അമ്മായി മന്തിയൊക്കെ ഓർഡർ ചെയ്തിന്. മന്തി ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ പിന്നെ ചോറൊക്കെ തിന്നു ഞങ്ങൾ വിശ്രമത്തിലാട്ടോ. അപ്പം വെള്ളം കുടിക്കുകയാണ്. ഇപ്പം തണുത്ത വെള്ളം കുടിക്കാണ്. സൊറ പറഞ്ഞിരിക്കുകയാണ്. ഇനി കുറേ നേരം ഞങ്ങൾ അതും ഇതൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞാണ്ടിരിക്കും. അങ്ങനെതാ പോവാനായപ്പോ അമ്മായി പോകാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പുണ്ട്, പഴംപൊരി ഉണ്ട് കേട്ടോ. ഞങ്ങള് പോവാനൊക്കെ ഒരുങ്ങി. ഇവളൊക്കെ പറ്റ ക്ഷീണിതയായിരുന്നു. കുറച്ചേരം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടില്ലേ.
ഓളം മുഖം കണ്ടില്ലേ ഓക്ക് പോവാ തിരക്കായിരുന്നു കേട്ടോ. അതിന്റെ ക്ഷീണാണ്. എപ്പോഴും കൊണ്ട് പോവാ പറയണേ. എനിക്ക് എന്റെ വീട്ടിലേക്ക് എത്തണം. ഓളിക്കനെ കാണാൻ നേരം വൈകി. ആ അപ്പൊ വണ്ടി വന്നു. ഞങ്ങൾ പോയിട്ട് ഐസുമോള് പിന്നെ വണ്ടിയിൽ നിന്ന് ഫുള്ള് അലമ്പേന് കേട്ടോ. നെലോളി വിളിയൊക്കെ ആയിട്ട് പിന്നെ ഫുള്ള് കച്ചറേന് കേട്ടോ. ഭയങ്കര നെലോളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതമ്മ അവിടെ നിർത്തിയാണ്ട് പിന്നെ ഫ്രൂട്ടിയും പിന്നെ എന്താ കോണൈസും ഒക്കെ വാങ്ങി കൊടുത്ത് കൊണ്ടുവന്ന കേട്ടോ. അപ്പം എന്തിനാ നെലോളിച്ചോക്ക് സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടായിട്ട് നെലോളിച്ചതാട്ടോ. പിന്നെ എനിക്ക് തരാണ്ട് കോണൈസും ഓക്ക് 2 ഫ്രൂട്ടിയൊക്കെ വാങ്ങി പിന്നെ അമ്മ വന്നിട്ടോ. ഞങ്ങൾ പെരയിലെത്തി. കുറേ അതിലും ഇതിലൊക്കെ നടന്ന് ഞങ്ങൾ സമയം 6 മണി കഴിഞ്ഞ് 6:15 പെരയിലെത്തിയപ്പോൾ ഇരുട്ടായി. ഇതുവരെ നല്ല വെളിച്ചേനി. അങ്ങാടിയിലും ഓടി ഇവിടെയൊക്കെ നല്ല വെളിച്ചേനി. പിന്നെ ഫ്രൂട്ടി വേണമെന്നൊക്കെ പറഞ്ഞാൽ അലുമ്പുണ്ടാക്കി ഫ്രൂട്ടിയൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങളെ പെരയൊക്കെ 18-ാം പടി ഫ്രൂട്ടി, ഞങ്ങൾ 35-ാം പടി ഇറങ്ങിയോണ്ട് കേട്ടോ അല്ലേ. ഫ്രൂട്ടി കുറേ ഉണ്ടാവും. ഇഷ്ടമല്ല കേട്ടോ. അത് ഞാൻ വാങ്ങി കൊടുക്കാണ്ട് അറിയോക്കെ തന്നെ വേണോ പറഞ്ഞാണ്ട് ഓൾ അലമ്പുണ്ടാക്കിയാണ്ട് വാങ്ങി. അങ്ങനെ ഞങ്ങൾ അമ്മേൻ്റോടെയും പൊണ്ണൂൻ്റെ ഇറക്കി, മോളോടെ ഇറക്കി, എല്ലാവരും വൈമലൊക്കെ ഇട്ട് ലാസ്റ്റ് ഞങ്ങളെ പെരയിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റ ബൈ ബൈ. ടാറ്റ എടുത്താ